ഈ മാതള നാരങ്ങ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ഭാഗ്യം കൈന്നു പോയില്ല. ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് ഞാൻ അധികം പരീക്ഷിക്കാറില്ല, കാരണം ഇത് മുറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ഉള്ള കാര്യമല്ലേ. പക്ഷേ ഇനി അത് ഭയങ്കര എളുപ്പാട്ടോ, കാരണം ഇത് എത്ര പേർക്ക് അറിയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ. ഇതിന് മേൽവശം ഒന്ന് ചെത്തി കളയുമ്പോഴേ നമുക്ക് ഇതിന്റെ പോർഷൻ 4 ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കണ പോലെ കാണാം. ആ ഒരു വൈറ്റ് പോർഷൻ നോക്കിയിട്ട് ഒന്ന് വിരകി കൊടുത്താൽ മതി. ഇതേപോലെ പിളർത്തി പൊളിച്ചെടുക്കാൻ പറ്റും. ഇത് നേരെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടേ ഷുഗറിന് പകരം ഞാൻ തേനാട്ടോ ഒഴിച്ചിരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് കറയായ പിന്നെ എന്നെ പറയരുതേ. ഇത് ഇങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പാലിലേക്ക് നമ്മുടെ മാതളത്തിന്റെ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഐസ്ക്രീം ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ആ കുരു ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ മറക്കരുത്. ഒരു 6 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം എടുത്ത് ഈ ഐസ് ട്രേയുടെ കൂടെ ഇതേപോലെ ഒരു ഗ്ലാസും കിട്ടുട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് മുക്കി വെച്ചാൽ മതി. നമുക്ക് സുഖമായിട്ട് ഐസ്ക്രീം ഇങ്ങനെ കയ്യിൽ. എനിക്ക് പിന്നെ തൊണ്ടവേന കാരണം കഴിക്കാൻ പറ്റില്ല. നേരെ കൊണ്ട് ഞാൻ അച്ഛന് കൊടുത്തുട്ടോ. കഴിച്ചു നോക്കിയപ്പോ അച്ഛന് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇടയിൽ ആ കുരു കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തു അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ ആ ജ്യൂസ് ഫിൽട്ടർ ചെയ്യാൻ മറക്കരുതിട്ടാ. ഞാനും കഴിച്ചു നോക്കിയപ്പോണ്ടല്ലോ ആ കുരുവിന്റെ ഒരു ഡിസ്റ്റർബൻസ് വായൽ വരുന്നുണ്ട്. അതൊഴിച്ച് ടേസ്റ്റ് സൂപ്പറാണ്. എന്തായാലും തൊണ്ടവേനൊക്കെ അല്ലേ, അപ്പൊ പിന്നെ ഗാർഗിൾ ഇത് സ്റ്റീം ചെയ്ത് നല്ല കുട്ടിയാവാന്ന് വിചാരിച്ചു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ. എന്തായാലും തൊണ്ടവേനൊക്കെ അല്ലേ, അപ്പൊ പിന്നെ ഗാർഗിൾ ഇത് സ്റ്റീം ചെയ്ത് നല്ല കുട്ടിയാവാന്ന് വിചാരിച്ചു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ.